നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേലിലേക്കുള്ള വിമാനയാത്ര ഏറെ ചർച്ചയായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മോദി സഞ്ചരിച്ച ഇന്ത്യ വൺ എന്ന വിമാനം ട്രാക്ക് ചെയ്തത് നിരവധി ആളുകളാണ്. ഇതുതന്നെയായിരുന്നു ആ യാത്ര ഏറെ ശ്രദ്ധേയമാക്കിയത്. ഫ്ലൈറ്റ് റഡാർ 24ന്റെ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാക്ക് ചെയ്ത വിമാനയാത്ര മോദി ഇസ്രയേലിലേക്ക് നടത്തിയ ഈ വിമാനയാത്രയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച രാവിലെയായിരുന്നു ഡൽഹിയിലെ വ്യോമസേനാ താവളത്തിൽ നിന്നും പുറപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഇന്ത്യ വൺ വിമാനത്തിൻ്റെ യാത്ര. നയതന്ത്ര പ്രാധാന്യം കൊണ്ടും യാത്രാപാത കൊണ്ടും ഈ യാത്ര ആഗോള ശ്രദ്ധ നേടി. ഫ്ലൈറ്റ് റഡാർ 24ലെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ച സൗദി അറേബ്യയിൽ നിന്ന് ജോർദാൻ വ്യോമാതിർത്തിയിലേക്ക് വിമാനം പ്രവേശിച്ചപ്പോൾ 9225ഓളം പേരാണ് തത്സമയം ഇത് നിരീക്ഷിച്ചത്. പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഒഴിവാക്കിയാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇസ്രയേലിലേക്ക് പറന്നത്. ഗുജറാത്തിന് മുകളിലൂടെ അറബിക്കടൽ കടന്ന് ഒമാൻ, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് വിമാനം ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് നേരിട്ടുള്ള യാത്രയ്ക്ക് 6 മുതൽ 7 മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത്. പ്രധാനമന്ത്രിയും മറ്റ് ഉന്നത നേതാക്കളും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളുള്ള ബോയിങ് 777-300ER വിമാനമായ എയർ ഇന്ത്യ വണ്ണാണ് ഈ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ഈ വിമാനത്തിൽ ഒരു കമാൻഡ് സെൻറ്റർ, സുരക്ഷിത ആശയവിനിമയ സംവിധാനങ്ങൾ, പ്രതിരോധ സജ്ജീകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും മറ്റ് ഉന്നത നേതാക്കൾക്കും ഉപയോഗിക്കുന്ന പ്രത്യേക വിമാനമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എയർ ഇന്ത്യ വൺ. 9 വർഷത്തിനിടെ പ്രധാനമന്ത്രി മോദിയുടെ ഇസ്രയേലിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണിത്. 2017 ജൂലൈയിലായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം ഇസ്രയേൽ സന്ദർശിച്ചത്. പ്രധാനമന്ത്രി മോദിയെ നെതന്യാഹു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വാഗതം ചെയ്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രയേലിലേക്ക് ചരിത്രപരമായ മറ്റൊരു സന്ദർശനത്തിനായി സ്വാഗതം. പ്രധാനമന്ത്രി മോദി 2017 ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു. പിന്നീട് ഞാൻ അങ്ങോട്ട് മറുസന്ദർശനം നടത്തിയിരുന്നുവെന്ന് നെതന്യാഹു കുറിച്ചു. ഈ സന്ദർശനം ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് ഊഷ്മളമായ വരവേൽപ്പായിരുന്നു മലയാളി സമൂഹം നൽകിയത്. കേരള കെയർ ഗീവേഴ്സ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര കളി മോദിക്ക് മികച്ച കാഴ്ചവിരുന്നായി. പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ടെൽ അവീവിലാണ് മനോഹരമായ തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. പ്രവാസി സമൂഹം ഇന്ത്യയുടെ സമ്പന്നമായ കലാപരമായ പാരമ്പര്യം ലോകത്തിന്റെ ഏത് കോണിലായാലും കാത്തു സൂക്ഷിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ദൃശ്യങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി കുറിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മഹത്വവും അതിനോട് അഭിനിവേശം പുലർത്തുന്നവരുടെ പ്രതിജ്ഞാബദ്ധതയുമാണ് ഈ പ്രകടനം പ്രതിനിധാനം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കെയർ ഗീവേഴ്സ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ഇസ്രയേലിൽ അവതരിപ്പിച്ച മനോഹരമായ തിരുവാതിര കളിക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള പ്രവാസികളുടെ അഗാധമായ താല്പര്യവും പ്രതിജ്ഞാബദ്ധതയുമാണ് ഈ പ്രകടനത്തിലൂടെ വെളിവാകുന്നത്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഭാരതത്തിന്റെ സമ്പന്നമായ കലാപരമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ നമ്മുടെ പ്രവാസികൾ കാണിക്കുന്ന അഭിനിവേശം ഏറെ അഭിമാനകരമാണെന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മോദി കുറിച്ചത്. പ്രധാനമന്ത്രി മോദിക്കൊപ്പമുള്ള അത്താഴത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ചെത്തി പ്രധാനമന്ത്രിക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി. ഞങ്ങളുടെ അത്താഴത്തിന് മുമ്പ് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ച എൻ്റെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിയെ ഞാൻ അത്ഭുതപ്പെടുത്തിയെന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നെതന്യാഹു ഹിന്ദിയിൽ കുറിച്ചു. മോദിയെ സുഹൃത്ത് സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു അദ്ദേഹത്തെ ഇസ്രയേലിൻ്റെ മികച്ച സുഹൃത്തും ലോകവേദിയിലെ മികച്ച നേതാവുമായി പ്രശംസിച്ചു. 2023 ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേലിന് ഇന്ത്യ നൽകിയ പിന്തുണയെയും നെതന്യാഹു ഈ വേളയിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. ഇസ്രയേൽ പാർലമെന്റിൽ നടന്ന പ്രത്യേക പ്ലീനറി സമ്മേളനത്തെയും പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്തു. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ സന്ദർശനം ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നതാണ്.